ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇനി വരാൻ പോകുന്ന ഒരു അപ്കമിങ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ആദ്യമാണെങ്കിൽ ശ്വേതേനെ യാത്ര അയക്കുകയാണ് കേട്ടോ. തോളിലൊക്കെ തട്ടിയിട്ട് നിൻ്റെ ഒന്നും കൊണ്ടും വിഷമിക്കേണ്ട, എല്ലാത്തിനും കൂടെ ഞാനുണ്ട്, നീ ഒന്നും കൊണ്ടും പേടിക്കേണ്ട, എല്ലാം സോൾവ് ആകും എന്നൊക്കെ പറഞ്ഞ് യാത്ര അയക്കുകയാണ്. തിരികെ ഓഫീസിലേക്ക് കയറി വരുന്ന ആദ്യമാണെങ്കിൽ ഹോളിൽ വിസിറ്റിംഗ് റൂമിൽ നമ്മുടെ നയനിരിക്കുന്ന കാണുകയാണ്. നീ എന്താ ഇവിടെ? അപ്പോൾ നീ ഓഫീസിൽ വന്നിട്ടായിരുന്നോ എന്നെ വിളിച്ച് എവിടെയാണെന്ന് ചോദിച്ചത്? ഉടനെ നയന പറയുന്നുണ്ട്, ഇല്ല, ഞാൻ പുറത്ത് വെച്ചിട്ടാണ്, വീട്ടിലിരുന്നപ്പോഴാണ് വിളിച്ചത്, അല്ലാതെ സംശയിച്ച് ഞാൻ ഇവിടെ നിന്നിട്ട് കാണാഞ്ഞപ്പോൾ വിളിച്ചതൊന്നും അല്ല. അല്ല, നീ എന്താ ഇങ്ങോട്ടേക്ക് വന്നേ? അത് പിന്നെ രാവിലെ ടിഫിൻ കഴിച്ചില്ലല്ലോ, അപ്പോൾ അതുമായിട്ട് വന്നതാണ്. അത് സാരമില്ലായിരുന്നല്ലോ, ഇന്നൊരു ദിവസം ഞാൻ പുറത്തൊന്നും കഴിക്കില്ലായിരുന്നു, അതിന് നീ ഇവിടെ വരെ ബുദ്ധിമുട്ടി വരേണ്ട കാര്യം ഉണ്ടായിരുന്നോ? ഞാൻ ഓർത്തു നിങ്ങൾക്ക് പുറത്തെ ഭക്ഷണം പിടിക്കില്ലാന്ന്, പക്ഷേ ഇപ്പോൾ എനിക്ക് മനസ്സിലാകുന്നുണ്ട് നിങ്ങൾക്ക് പുറത്തെ ഭക്ഷണമാണ് ഏറ്റവും കൂടുതൽ പിടിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ഓരോന്ന് മുന്നേ വെച്ച് സംസാരിക്കാണ് കേട്ടോ. ഈ സമയത്ത് ആദ്യം എന്താടോ താൻ അങ്ങനെ പറഞ്ഞത്? ഒന്നുമില്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ മുനവച്ച് തന്നെ സംസാരിക്കുകയാണ്. ആദ്യം ഒന്നും തന്നെ പിടികിട്ടുന്നില്ല. ശേഷം ഞാൻ എന്നാൽ പോകുകയാണെന്ന് പറഞ്ഞ് നയന ഇറങ്ങുകയാണ് കേട്ടോ. ഈ സമയത്ത് അതിങ്ങനെ ചിന്തിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്താ പറ്റിയേ എന്നിങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ ഇവർ മനസ്സുടഞ്ഞ് നേരെ ഓട്ടോയിൽ അങ്ങനെ വീട്ടിലേക്ക് പോവുകയാണ്. ഈ സമയത്ത് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, എന്തിനായിരിക്കും ആദ്യേട്ടനോട് കള്ളം പറഞ്ഞത്? അത്രയ്ക്കും എന്താ എല്ലാം വിഷമിക്കണ്ട എന്നൊക്കെ പറയാനും, അതുപോലെ തന്നെ വക്കീലിനെ വിളിച്ച് കാര്യങ്ങൾ സംസാരിക്കാനും ഒക്കെയുള്ള എന്ത് പ്രശ്നങ്ങളാണ് ഇവർക്കിടയിലുള്ളത്, എന്ത് റിലേഷൻഷിപ്പാണ് ഇവർക്കിടയിലുള്ളത്, എൻ്റെ ഈശ്വര എനിക്കൊന്നും പിടികിട്ടുന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടായിരിക്കും നയന ഓട്ടോയിൽ പോയിക്കൊണ്ടിരിക്കണം കേട്ടോ. ഈ സമയത്ത് നമ്മുടെ നന്ദു ആണെങ്കിൽ ആകെ അസ്വസ്ഥമായിട്ട് വണ്ടിയുടെ ഫ്രണ്ടിലേക്ക് വന്ന് ചാടുകയാണ്. ആ സമയത്ത് ഓട്ടോക്കാരൻ ഇങ്ങനെ വഴക്ക് പറയുന്നുണ്ട്, നീ ചാകാൻ വേണ്ടി വന്നാണോ, ഇങ്ങനെയാണോ നോക്കി നടക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞ് വഴക്ക് പറയുമ്പോൾ നയന നോക്കുമ്പോൾ അത് നന്ദു ആയിരിക്കും കേട്ടോ. നന്ദു, നീ എന്താ ഇവിടെ? നിനക്ക് എന്താ പറ്റിയേ? ഞാനും വീട്ടിലേക്ക്, നീ ബാ, ഞാൻ കൊണ്ടാക്കാം എന്ന് പറഞ്ഞിട്ട് നന്ദുവിനെയും കൂട്ടി ഓട്ടോയിൽ അങ്ങനെ വീട്ടിലേക്ക് പോകുകയാണ് കേട്ടോ. ഈ സമയത്ത് ഓട്ടോ വന്ന് നിൽക്കുന്ന കാണുമ്പോൾ നമ്മുടെ കനക ഓടി ഇറങ്ങി വരണുണ്ട്. അപ്പോൾ രണ്ടുപേരെയും കൂടെ ഒരുമിച്ച് കണ്ട സന്തോഷത്തിൽ, ഇതെന്താ കൺകൊള്ള കാഴ്ചയാണല്ലോ, രണ്ടുപേരും ഒരുമിച്ച്, ചേച്ചി അനിയത്തി ഒരുമിച്ച് വന്നിരിക്കുന്നു, എന്താ മോളെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ, അത് പിന്നെ ആദ്യമായിട്ട് ഞാൻ ഫുഡുമായിട്ട് പോയതാണമ്മേ, അപ്പോൾ വരുന്ന വഴിയിലാണ് നന്ദുവിനെ കണ്ടത്, അതാ ഞങ്ങൾ കൂട്ടിക്കൊണ്ട് വന്നത് എന്നിങ്ങനെ പറയാൻ കേട്ടോ. ഈ സമയത്ത് നന്ദു, എന്നാൽ നിങ്ങൾ സംസാരിക്കും, ഞാൻ ഒറ്റയ്ക്ക് പോവാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒന്നും പറയാതെ കയറി പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ നയന ചോദിക്കുന്നുണ്ട്, എന്താമ്മ ഇവളിങ്ങനെ, ഇവൾക്ക് എന്താ പറ്റിയേ? അത് പിന്നെ അന്ന് അനിയുടെ വിവാഹം കഴിഞ്ഞതോടെ ഇവളിങ്ങനെയാണ്, എന്ത് പറയാനാണ്, ഇവളെ കൊണ്ട് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമാണ് അന്നുണ്ടായ ഇൻസിഡൻസൊക്കെ. പിന്നെ ഇവക്ക് അനിയനെ ഇഷ്ടമാണെന്നുള്ള കാര്യം ഞങ്ങൾക്കറിയായിരുന്നു. എന്ത് കാര്യം അമ്മ ഈ പറയുന്നത്? എന്നിട്ട് അമ്മ ഒരു വാക്ക് പോലും ഞങ്ങളോട് പറഞ്ഞില്ലല്ലോ. അത് പിന്നെ പറയാൻ തോന്നിയില്ല, ഈ പ്രശ്നങ്ങൾ അങ്ങനെ സോൾവ് ആകുമെങ്കിൽ സോൾവ് ആകട്ടെ എന്നോർത്തു, എനിക്ക് നല്ലൊരു ജീവിതം കിട്ടട്ടെ എന്നോർത്തു. എത്രയൊക്കെ പറഞ്ഞാലും ഇനി നന്ദുവിനെ കൂടെ അങ്ങോട്ടേക്ക് വിടാൻ പറ്റില്ലല്ലോ. എനിക്ക് മറ്റൊരാളെ, ഒരു പെൺകുട്ടിയെ ഇഷ്ടമുള്ളപ്പോൾ നന്ദു വലിഞ്ഞു കയറി ചെല്ലേണ്ട ഒരു അവസ്ഥ വരരുതല്ലോ. അതൊക്കെ ഓർത്തിട്ടാ മോളെ ഞങ്ങളും പറയാഞ്ഞത് എന്നൊക്കെ പറയാൻ കേട്ടോ. ശേഷം നന്ദുവിനെ ഇങ്ങനെ വിളിക്കാമേ. അപ്പോൾ കനകം പറയുന്നുണ്ട്, നന്ദു ഒരു വക കഴിക്കുന്നില്ല, ആഹാരവും ഒന്നും, ഒരു വെള്ളം പോലും കുടിക്കുന്നില്ല, ഇങ്ങനെ പോയാൽ എന്താകുമെന്ന് എനിക്ക് ആകെ പേടിയുണ്ട് നയനമോളെ എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. അവൾ കഴിക്കില്ല എന്ന് പറഞ്ഞാൽ അവൾക്കൊന്ന് വാരി കൊടുക്കത്തില്ല അമ്മയ്ക്ക്, അമ്മ എന്തെങ്കിലും എടുത്തുണ്ടോ, ഞാൻ അവൾക്ക് വാരി കൊടുത്തോളാം എന്ന് പറഞ്ഞ് നയന പറയാൻ കേട്ടോ. ശേഷം നമ്മുടെ കനകമാണെങ്കിൽ എന്നാൽ ചപ്പാത്തി കൊണ്ടുവരട്ടെ മോളെ എന്നിങ്ങനെ ചോദിക്കുകയാണ്. മതിയമ്മയെന്ന് പറയാണ്. പെട്ടെന്ന് ചപ്പാത്തി കൊണ്ടുവരാണ്. അങ്ങനെ നമ്മുടെ നന്ദുവിന് നയനയാണെങ്കിൽ ഇങ്ങനെ വാരി കൊടുക്കാൻ കേട്ടോ. നന്ദു മുഴുവൻ കഴിക്കുകയാണ്. ഈ രംഗം കണ്ടുകൊണ്ട് വരികയാണ് നമ്മുടെ നയനയുടെ അച്ഛൻ. പെട്ടെന്ന് തന്നെ ചോദിക്കുന്നു, നിന്നോടാരെ ഇവിടെ വരാൻ പറഞ്ഞത്, നീ എന്തിനാ ഇവിടെ വന്നത് എന്നിങ്ങനെ ചോദിക്കാൻ കേട്ടോ നയനയോട്. ആ ചോദ്യം കേൾക്കുമ്പോൾ ആകെ ഒന്ന് പേടിച്ച് വിറയ്ക്കുകയാണ് നമ്മുടെ നയന. പെട്ടെന്ന് തന്നെ നമ്മുടെ കനകൻ ചോദിക്കുന്നത്, നിങ്ങൾ എന്ത് വർത്താനാണ് പറഞ്ഞത്, അവൾ ഇവിടെ അല്ലാതെ വേറെ എവിടെ പോകാനാണ്, ഇതെന്താ നിങ്ങൾ അങ്ങനെ പറഞ്ഞത്, അവളുടെ വീടല്ലേ ഇത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടനെ നയനയും പറയുന്നുണ്ട്, ഞാൻ ഈ വീട്ടിലേക്ക് വരേണ്ടെന്ന് പറയാൻ അച്ഛനോ അമ്മയ്ക്കോ അവിടെ ആർക്കും തന്നെ അവകാശമില്ല, ഇവിടെ നിങ്ങൾക്കുള്ള അവകാശം പോലെ തന്നെ എനിക്കുമുണ്ട് ഈ വീടിനോടുള്ള ഒരു അവകാശം, അതുകൊണ്ട് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഈ വീട്ടിലേക്ക് വരികയും ചെയ്യും, എത്ര ദിവസം താമസിക്കുകയും ചെയ്യും എന്നൊക്കെ ഇങ്ങനെ നയന പറയാൻ കേട്ടോ. ഒന്നും മിണ്ടാനാവാതെ അങ്ങനെ നമ്മുടെ ഗോവിന്ദൻ അങ്ങനെ പോവുകയാണ്. ശേഷം കാണിക്കുന്നത് നമ്മുടെ നയനയാണെങ്കിൽ തിരികെ വീട്ടിലേക്ക് ചെല്ലുകയാണ് കേട്ടോ. അവിടെയാണെങ്കിൽ നമ്മുടെ നവ്യാണെങ്കിൽ ആകെ നമ്മുടെ ജലജ ഓരോന്ന് അനാമികയെ പറഞ്ഞു കൊടുത്ത് അനാമികയെ തിരിപ്പിക്കുന്ന കാര്യം നമ്മുടെ നവ്യയ്ക്ക് മനസ്സിലാകുകയാണ്. ഈ സന്ദർഭത്തിൽ നമ്മുടെ നവ്യാണെങ്കിൽ കനകയോട് പറയുന്നുണ്ട്, ജലജയോട് പറയുന്നുണ്ട്, എനിക്ക് ജ്യൂസ് വേണോ, അങ്ങനെ ജ്യൂസുമായിട്ട് വരുമ്പോഴത്തേക്ക് ജ്യൂസ് അവിടെ കൊണ്ടുവന്ന് ടേബിളിൽ വെക്കുകയാണേ. ഉടനെ നവ്യ ചോദിക്കുന്നുണ്ട്, ജ്യൂസിന് കയ്യും കാലും ഒന്നും ഇല്ലല്ലോ, ഇങ്ങോട്ടേക്ക് നടന്ന് വന്ന് എൻ്റെ കയ്യിലോട്ട് കയറാൻ ഇങ്ങനെ എടുത്തതാ എന്നിങ്ങനെ പറയാൻ കേട്ടോ. അങ്ങനെ എന്നാ പിടി എന്ന് പറഞ്ഞ് ജ്യൂസ് കൊടുത്തിട്ട് ജ്യൂസ് കുടിക്കുമ്പോഴത്തേന് അതേ
പോകാൻ വരട്ടെ, ഈ ജ്യൂസ് കുടിച്ച് ഗ്ലാസ് കൊണ്ടുപോകണ്ടേ, ഇനി ഇതിവിടെ ഇരുന്ന് എനിക്ക് വല്ല ഇൻഫെക്ഷനുമായി എൻ്റെ ബോഡിക്ക് വല്ല പെയിനുമായി എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ അതല്ലേ നിങ്ങളുടെ ഉദ്ദേശം. അയ്യോ ഞാനതൊന്നും ചിന്തിച്ചില്ല. എങ്കിൽ നിങ്ങളതൊക്കെ ചിന്തിക്കും. അതുകൊണ്ട് ഞാൻ ജ്യൂസ് കുടിച്ചതിന് ശേഷം നിങ്ങൾ ഇവിടുന്ന് പോയാൽ മതി എന്നിങ്ങനെ നമ്മുടെ നവ്യ പറയാൻ കേട്ടോ. അങ്ങനെ എന്താ ജലജയാണെങ്കിൽ അങ്ങനെ നമ്മുടെ നവ്യനെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് പിറുപിറുത്തുകൊണ്ട് അവിടെ തന്നെ നിൽക്കുകയാണ്. ശേഷം ക്ലാസ് കൊടുക്കുമ്പം അത് മേടിച്ചുകൊണ്ട് പോകാനിറങ്ങുമ്പോൾ അതെ ഈ എ സി ഒന്ന് ഇട്ടിട്ട് പോകാവോ എന്നിങ്ങനെ ചോദിക്കാൻ കേട്ടോ. അങ്ങനെ അവസാനം നമ്മുടെ ജലജയാണെങ്കിൽ എ സിയും കൂടി ഇട്ടിട്ട് പോകുകയാണ് കേട്ടോ. എന്നിട്ട് എന്താ നമ്മുടെ അഭിയുടെ അടുക്കൽ ചെന്നിട്ട് പറയുന്നുണ്ട്, നിൻ്റെ ഭാര്യയാണെങ്കിൽ എന്നെ കൊല്ലാക്കൊല ചെയ്യുമോ, ഞാനിതൊന്നും അനുവദിച്ചു കൊടുക്കില്ല, ഒരു ദിവസം ഞാൻ അവളെ തീർത്ത് കളയും എന്നൊക്കെ പറഞ്ഞിട്ട് ആ ദേഷ്യം അരിശം മൊത്തം നമ്മുടെ അഭിയുടെ നേർക്ക് തീർക്കുകയാണ്. ഉടനെ അഭി ചോദിക്കുന്നത്, ഞാൻ എന്ത് ചെയ്യാനമ്മേ, ഞാൻ എന്ത് ചെയ്തിട്ട്, നീ അവളെ കെട്ടിക്കൊണ്ട് വന്നോണ്ടല്ലേ ഇപ്പം ഞാൻ ഇവിടെ കിടന്ന് അനുഭവിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ജലജയും പറയുന്നുണ്ട് കേട്ടോ. ശേഷമാണെങ്കിൽ അഭിയും ജലജയും ഇങ്ങനെ ഓരോ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിനും നമ്മുടെ നവ്യ പറയുന്നുണ്ട്, അതെ വെളിയിൽ നിന്ന് പ്ലാൻ ചെയ്താലും ഉള്ളിൽ എനിക്ക് കേൾക്കാം, അതുകൊണ്ട് രണ്ടുപേരും ഇങ്ങോട്ടേക്ക് വാ, ഒരു കാര്യമുണ്ട് എന്നിങ്ങനെ പറഞ്ഞ് രണ്ടുപേരും വിളിക്കുകയാണേ. ഉടനെ അഭി പറയുന്നുണ്ട്, യോ ഇനി എന്താ അമ്മേ, എനിക്ക് വൈ ഇനി ഓരോന്ന് ചെയ്യാൻ, ഇത്രയും നാളും ഞാൻ എത്ര രാജകീയമായി ഇവിടെ ജീവിച്ച ഇപ്പോൾ അടുക്കളയിൽ തന്നെ തീരും എൻ്റെ ജീവിതം എന്നൊക്കെ പറഞ്ഞിട്ട് ജലജയും അഭിയും കൂടെ ഉള്ളിലേക്ക് കയറി ചെല്ലുകയാണ്. അങ്ങനെ ഉള്ളിൽ കയറി ചെല്ലുമ്പോൾ, അതെ നിങ്ങളെ ഒന്ന് നന്നാക്കി എടുക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ, ഞാൻ പറയുന്ന കാര്യങ്ങൾ കേട്ടില്ലേ മുത്തശ്ശനും മുത്തശ്ശിയോട് ഞാൻ പറയും, നിങ്ങൾ എന്നെ ഇവിടെ എന്തൊക്കെ ചെയ്യുന്നും നിങ്ങൾ എന്നെ ഇവിടെ ഇട്ട് പീഡിപ്പിക്കാമെന്നും എൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കാനും ശ്രമിച്ചെന്നൊക്കെ ഞാൻ പറയും. അതുകൊണ്ട് ഈ ബുക്ക് രണ്ടുപേരും ഇരുന്ന് വായിച്ചേ എന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു എന്താ സന്മാർഗത്തിൻ്റെ സൈസ് എന്തോ ഒരു പുസ്തകങ്ങൾ രണ്ടുപേരുടെയും കയ്യിൽ കൊടുക്കാൻ കേട്ടോ. അങ്ങനെ രണ്ടുപേരും അത് വായിച്ചുകൊണ്ടിരിക്കുന്ന കാണിച്ചുകൊണ്ടായിരിക്കും ഇന്നത്തെ ആ ഒരു എപ്പിസോഡ് കഴിഞ്ഞത്. എന്തായാലും വളരെ രസകരമായ മുഹൂർത്തങ്ങളൊക്കെ ഇനി നമ്മുടെ പത്തരമാറ്റിൽ വരാനിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, ലൈക്ക് ചെയ്തേക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.